നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ആപ്പിളും നേന്ത്രപ്പഴവും വെച്ചൊരു ഷേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഈ ചൂടിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ നോയമ്പ് മാസമല്ലേ വരുന്നത്, നോയമ്പ് തുറക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് തയ്യാറാക്കി കഴിക്കാവുന്ന ഏറ്റവും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്കാണ് നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം 2 ആപ്പിളാണ് എടുത്തിരിക്കുന്നത്, ഒരു ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തുകൊണ്ട് വരാം. ആപ്പിൾ ഇപ്പം നമ്മൾ നന്നായിട്ടെല്ലാം തൊലിയെല്ലാം റിമൂവ് ചെയ്ത് കുരുവെല്ലാം മാറ്റി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഏത്തപ്പഴം കൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമുക്ക് വിശപ്പ് തീരാനും ഇത് നല്ലതാണ് കേട്ടോ. ഇത് ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ വിശപ്പും തീരും, ദാഹവും തീരും, ശരീരത്തിന് നല്ല ഹെൽത്തിയാണ്. ഇപ്പോൾ നമ്മളിതെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരിഞ്ഞ് വെച്ച ആപ്പിളും ഏത്തപ്പഴം കൂടി ഇടുക. ഇതിലേക്കൊരു 6 ഈന്തപ്പഴം ചെറുതായിട്ട് നമ്മൾ ഒന്ന് കുതിരാനായിട്ട് ലേശം വെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് അതുകൂടെ ഇട്ട് കൊടുക്കാം. ഒരു 6-7 ബിസ്ക്കറ്റുണ്ട്, ഹോർലിക്സിൻ്റെ ബിസ്ക്കറ്റാണ്, അതുകൂടെ ഇട്ട് വെക്കാം. 3 ഏലക്കയുടെ അരി മാത്രം എടുത്താണ്, അതുകൂടെ നമുക്കൊരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഫ്രോസൺ മിൽക്കാണ്, 1/2 ലിറ്ററാണ്, അതുകൂടെ നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ആപ്പിളിലും നല്ല മധുരമുണ്ട്, ബിസ്ക്കറ്റിന് മധുരമുണ്ട്, ഈന്തപ്പഴത്തിന് മധുരമുണ്ട്. എങ്കിൽ കൂടെ നമുക്കൊരു ലേശം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മളിതെല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കട്ടിക്കുണ്ട്, നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു ബൂസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പകുതിയോളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു സ്പൂൺ കസ്കസ് നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ്, അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതല്ലേ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ആപ്പിൾ ബനാന ഷേക്ക് നമ്മളിവിടെ തയ്യാറാക്കി. നമുക്ക് വിശപ്പും ദാഹവും എല്ലാം തീരും. ഇതൊരു ഗ്ലാസ് കഴിച്ചാൽ മതി. നന്നായിട്ട് നമ്മുടെ വിശപ്പും തീരും, ദാഹവും തീരും. ഈ ചൂടിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാനും സാധിക്കും. നമ്മുടെ ശരീരത്തിന് നല്ല കുളിർമയുണ്ടാകും. നല്ലൊരു ഹെൽത്തി ഡ്രിങ്കായിട്ടും നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇനി ഇതിലേക്ക് നട്ട്സ്, അതായത് കശുവണ്ടിയാണ്, നന്നായിട്ട് നമ്മൾ ചെറുതായിട്ട് പൊടിച്ച് വെച്ചിരിക്കുകയാണ്, അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. ലേശം ബൂസ്റ്റ് കൂടെ അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാം. കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ, അതിന് വേണ്ടിയിട്ട്. അപ്പം വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ബനാന ആപ്പിൾ ഷേക്ക് ഇവിടെ റെഡിയായി. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റായി അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇനിയും നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക്